ചേച്ചി ഞങ്ങളെ വിളിച്ചായിരുന്നോ? ഇനി എന്താ പണി? വിലപിടിപ്പുള്ളതെല്ലാം ഞങ്ങൾ മോഷ്ടിച്ചായിരുന്നല്ലോ. വേറെ വല്ലതും ബാക്കിയുണ്ടോ? അത് ശരി, ഈ സ്വർണമാല മോഷ്ടിക്കാൻ ബാക്കി ഉണ്ടായിരുന്നു. അതിനായിരിക്കും ചിലപ്പോ വിളിച്ചത്. ശരി, നിങ്ങളുടെ ആഗ്രഹം ഞങ്ങൾ സാധിച്ചു തന്നിരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഞങ്ങളെ കുറിച്ച് ഓർത്ത് നിങ്ങൾക്ക് എന്ത് കരുതലാണ്. ബൈ ബൈ മേഡം, ബൈ ബൈ. സ്വർണമാല കൊണ്ടുപോയി ആ കള്ളന്മാരെ പിടിക്ക്. കള്ളൻ കള്ളൻ പോലീസ്, ദേ ആ കള്ളൻ ആകെ ഉണ്ടായിരുന്ന സ്വർണമാല മോഷ്ടിച്ചോണ്ട് സ്ഥലം വിടുന്നു. എടാ 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 കണാരന്റെ മോനെ, നീ എന്തിനാടാ വണ്ടി ഓടിക്കുന്നേ? ഒന്ന് വിട്ടു പോടാ, കള്ളന്മാര് പൊക്കളയും. മോഷണം നടത്തിയിട്ട് ഈ പോലീസ് മേഡത്തിന്റെ അടുത്തൊന്ന് രക്ഷപ്പെടാന്ന് കരുതിയോടാ. അതോ ഇത് ഞങ്ങളുടെ മേഡത്തിന്റെ ഒരു സ്റ്റൈൽ അല്ലയോ? ആ, ഇത് മാഡത്തിന്റെ സ്റ്റൈലായിരുന്നോ? എന്നാ പിന്നെ ഇനി ഞങ്ങളുടെ സ്റ്റൈലൊന്ന് കണ്ടു നോക്ക്. എടാ കള്ളം കണാരാ, നീ അതിനൊക്കെ മുമ്പ് ആദ്യം ആരാണെന്നുള്ള സത്യം പറ. മോഷണം പിടിച്ചു പറയും, പോക്കറ്റടിയും, അതാണ് ഞങ്ങളുടെ ജോലി. തുള്ളൽ കള്ളന്മാർ. ബൈ ബൈ. ഞങ്ങൾ ഡയമണ്ട് എക്സിബിഷൻ മോഷ്ടിക്കാൻ വന്നിട്ടുണ്ട്. തടയാൻ പറ്റുന്നുണ്ടെങ്കിൽ തടഞ്ഞോട്ടാ. നിൽക്കാതെ ബഹദൂർ അവരെ ചെന്ന് പിടിക്കേ. എന്തിനടങ്ങിയ ചാടി ചാടി പോന്നെ? മര്യാദക്ക് ഓടിപ്പോടാ. അയ്യോ സോറി മാഡം. കള്ളൻ കള്ളൻ ആരെങ്കിലും പിടിക്കോ? നമ്മുടെ പോലീസ് മാഡത്തിന്റെ ജീപ്പ് കൊണ്ട് മുങ്ങുന്നേ. അല്ലയോ പ്രിയ തസ്കരന്മാരെ, മര്യാദക്ക് ഞങ്ങളുടെ പോലീസ് മേഡത്തിന്റെ ജീപ്പ് ഞങ്ങളുടെ കയ്യിൽ തന്നേക്ക്, കേട്ടല്ലോ? അല്ലെങ്കിൽ പണി കിട്ടുവേ. എടോ, വഴിന്ന് മാറിയേക്കടോ. ഇവിടുന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടിട്ട് ഞങ്ങൾക്ക് ഈ ജീപ്പ് അത്യാവശ്യമാണെന്ന്. അത് കഴിഞ്ഞിട്ട് ഇത് തിരിച്ചു നാക്കുന്നേ ഞങ്ങൾ കഷ്ടപ്പെട്ട് കട്ടെടുത്തത് ഈ സാധനം മാത്രം മതിയെന്ന്. വണ്ടി നിങ്ങളെടുത്തോന്ന്. ഞങ്ങളോട് ഉടുക്കാൻ വന്ന ഉടച്ച കൈ തരും ഞങ്ങള്. ഏത് വലിയ കള്ളനെയും പിടിക്കും ഈ അമ്മാവനും അനന്തരവനും. എടാ മച്ചാനെ, നീ ഇവിടുന്ന് വേഗം വണ്ടി എടുക്കുന്നത് നല്ലത്. അല്ലെങ്കിൽ ആ പോലീസ് പെണ്ണുമുള്ള പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരും. വാ വാ, പെട്ടെന്ന് വണ്ടി എടുക്ക്. വാ വാ. എന്റെ പൊന്ന അനന്തരവാ, വിട്ടോടോ. എന്റെ കണ്ണ് കാണാൻ പറ്റണില്ല. ഇതെന്താണ് പെട്ടെന്ന് പറ്റിയത്? എനിക്ക് കാണാൻ പറ്റണില്ല. എന്റെ മുഖത്ത് നീ തൊക്കുന്നെടുത്ത് മാറ്റാൻ. അമ്മാവനും അനന്തരവനും എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. എന്റെ ജീപ്പാണ് നിങ്ങൾ രക്ഷിച്ചത്, അല്ലെങ്കിൽ ഞാൻ സസ്പെൻഡ് ആയേനെ. ആ കള്ളന്മാരിന്ന് ഡയമണ്ട് മോഷ്ടിക്കാൻ വരുന്നുണ്ടെന്നാ കേട്ടത്. ഒരു വിധേനെ അത് അനുവദിച്ചൂടാ. അമ്മവാ, ആ കള്ളന്മാര് ഭയങ്കര ചാട്ടക്കാരാ. എന്റെ കയ്യിലൊരു പ്ലാൻ ഉണ്ട്. ഇതിന് കോജങ്ങളുടെ സഹായം വേണം. നീ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. അവന്മാരെ തുള്ളലും ചാട്ടവും ഒക്കെ ഞാൻ നിർത്തിച്ചു തരാമെന്നേ. ഇനി അവന്മാര് ജീവിതത്തിൽ ഒരിക്കലും ചാടത്തില്ല, നോക്കിക്കോ. അയ്യോ, നിങ്ങളാരാണ്? നമ്മളെ കണ്ടു കഴിഞ്ഞ ഒരു ചായക്കടക്കാരനെ പോലെ തോന്നുമെങ്കിലും ശരിക്കും മിമിക്രിക്കാരനാണെന്ന്. നിങ്ങൾക്ക് എന്താ കഴിക്കാൻ വേണ്ടത്? മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, മുളകത്ത് ബിരിയാണി, മുളായി ബിരിയാണി, മുട്ടക്കറിയും പൊട്ടും, താറാവ് വലിച്ചത്, താറാവ് നെത്തി വലിച്ചത്, ചാള വറ്റിച്ചത്, പീര വറ്റിച്ചത്, കൊയ്മന്തി. എന്റെ പൊന്ന് മിമിക്രി കൊച്ചേട്ടാ, ഒന്ന് നിർത്ത്. നിങ്ങൾ പോയി വേഗം 3 വെജ് ബിരിയാണിയും കൂൾ ഡ്രിങ്ക്സും എടുത്തോണ്ട് വാ. നമ്മുടെ ബിരിയാണി എങ്ങനെയുണ്ട്? നിങ്ങളോടാണ് ചോദിച്ചത് എങ്ങനെയുണ്ട് ബിരിയാണി എന്ന്. നമ്മൾ ബിരിയാണി എങ്ങനെയുണ്ടെന്ന് പറയുന്നത്.
എടാ പൊട്ടങ്കണാരാ, നീ ഏത് നേരം ഈ ബ്രേക്ക് ചവിട്ടി എന്റെ മേക്കപ്പ് നശിപ്പിക്കുകയാണല്ലോ. നിന്നെ ഞാൻ എന്തുട്ടാ ചെയ്യേണ്ടത്? എന്റെ ദൈവമേ, ആ അമ്മാവനന്തരന്മാർ എന്താ ചെയ്യണേ ഇവിടെ? കൊള്ളാലോ. പോലീസ് മാഡം, എല്ലാം ഞാൻ പറയാം. ഈ ടവറിന്റെ 10ാമത്തെ ഫ്ലോറിൽ ഡയമണ്ട് എക്സിബിഷൻ ആണ്. അത് 1 മണിക്കൂർ കഴിഞ്ഞാ തുടങ്ങുന്നത്. മുക്കിലും മൂലയിലും പോലീസുകാരുണ്ട്. ലിഫ്റ്റിലും സ്റ്റെപ്പിലും 10ാമത്തെ ഫ്ലോർ വരെ പോലീസാ. മാത്രമല്ല CCTV ക്യാമറകളും ഉണ്ട്. ഒരു കള്ളനും ഇതിനകത്ത് കയറാൻ പറ്റില്ല. അഥവാ വന്നാൽ തന്നെ അവന് തിരിച്ചു പോവാനുമാവില്ല. എന്റെ ഈ അനന്തരവൻ ഇവിടെ ഉള്ളപ്പോ, ഐ മീൻ ഈ അമ്മാവൻ ഇവിടെ ഉള്ളപ്പോ പേടിക്കേണ്ട ഒരു കാര്യമില്ല. ബി പോസിറ്റീവ്. എടാ അനന്തരവാ, ഞാൻ പറഞ്ഞത് കൂടിപ്പോയിട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? മാമാ, എന്തായാലും പറഞ്ഞു പോയില്ലേ, ബാക്കി വരുന്നതൊക്കെ നമുക്ക് നോക്കാന്നേ. ചാടിക്കോടാ. എടാ കള്ളക്കണാരന്മാർ അവിടെ നിക്കട്ടാ. നിങ്ങൾ അങ്ങനെ ധൃതി പിടിക്കല്ല. യു ആർ അണ്ടർ അറസ്റ്റ്. ബൈ ബൈ. തുള്ളൽ കള്ളന്മാരെ, നിങ്ങളുടെ തുള്ളല് കുറച്ച് കൂടുതലായി. ഇന്നാ പിടിച്ചോ. നിക്കടാ നിക്കടവിടെ, പറയണ കേക്ക് നിക്ക. എടാ അനന്തരവാ, രക്ഷിക്കടാ. പോലീസ് മാഡം രക്ഷിക്കൂ. നിയമത്തിന്റെ കുരിക്കൊന്നും ഈ പോലീസിന്റെ തൊഴിൽന്നും ആർക്കും രക്ഷപ്പെടാനാവില്ല. എന്തുട്ടാണ് എന്റെ കണാരൻ അമ്മാവനന്തരവന്മാര്? വേണ്ട, അവര് രക്ഷപ്പെട്ടിട്ടാ. നോക്ക്. അവര് ഫുട്ബോൾ ഗ്രൗണ്ടിലേക്കാ പോകുന്നേ. വേഗം ഇത് വഴി പോ, ഇത് ഷോർട്ട് കട്ടാ. ഹലോ പോലീസ് മാഡം, പ്ലാൻ ബിനുള്ള സമയമായി. കോച്ചി അങ്കിൾ തന്ന സ്പെഷ്യൽ മാഗ്നറ്റ്സ് ഇല്ലേ, അത് ഉപയോഗിക്കേ. അവര് ഗ്രൗണ്ടിന് നേരെ പോകുന്നേ. എടാ കണാരം ബഹദൂറേ, നിർത്തടാ, ചവിട്ടടാ, ബ്രേക്ക് ചവിട്ട്. ബിഷ്കാ. നമ്മള് കുഴിച്ച് കുഴിയിൽ അവരിപ്പോ വീണോട്ടാ. മച്ചാനെ, ഞാൻ കുടുങ്ങിട്ടാ. ഇവന്മാര് ഇവിടെയൊക്കെ കാന്തം പിടിപ്പിച്ചു വെച്ചേക്കാണ്. രക്ഷിക്കു വച്ചാനെ. അതേ അനന്തരവാ, ഈ സീറ്റിന് മുകളിലേക്ക് പോകാൻ കഴിയും. ഞാൻ ചെന്ന് അവന്മാരെ പിടിക്കാം. നീ സ്കൂട്ടർ നോക്കിക്കോണേ. ഓക്കേ മാമാ. മാമാ, എന്നെ എന്തിനാ മുകളിലേക്ക് അയച്ചത്?
എന്തുട്ടാണ് ഈ കാണിക്കുന്നത്? ആട്ടുതൊട്ടിൽ കളിക്കുന്ന അതോ ഊഞ്ഞാലാടുന്ന എന്തിനാ നിക്കാ രക്ഷപ്പെട്ടു. എടാ കള്ളക്കണരന്മാര് കൊറേ ആയില്ലേ കളി തുടങ്ങിയിട്ട്. ഇനി പോയി ജയിലിൽ റെസ്റ്റ് എടുക്ക്. ഇത് ഞങ്ങളുടെ മാഡത്തിന്റെ കീഴിലൊരു സ്റ്റൈൽ അല്ലയോ? അമ്മാവനും അനന്തരവനും ഒത്തിരി നന്ദിണ്ടാ. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. ഓക്കെ അല്ലേ മാമ? പെർഫെക്റ്റ്. ഓക്കേ. ജോഗാവർ, നീ ആ രത്നമൊക്കെ ഒളിപ്പിച്ച് വെക്ക്. അതെങ്ങാനും അവരുടെ കയ്യിൽ കിട്ടിയ നിന്റെ പണി 18 കഴിയും. ഞാൻ ആ മരത്തിന്റെ ചുവട്ടിൽ ഈ ഡയമണ്ട് ഒളിപ്പിച്ചു വെക്കാം. അയ്യോ പണിപാളി, നമ്മുടെ ഡയമണ്ടിന്റെ കിഴി ആ വീട്ടിലേക്ക് തിരിച്ചുപോയി. എടാ പൊട്ടൻ കാണാരാ ബഹദൂറെ, ബ്രേക്ക് ചവിട്ട്. നിന്നെ കൊണ്ട് ഞാൻ തോറ്റു. എപ്പോഴും എന്റെ മേക്കപ്പ് നീ നശിപ്പിച്ചു കളയും. എടാ ബഹദൂറെ, വേഗം ചെല്ല്. മാഡത്തിന് വേഗം മേക്കപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നിന്റെ ജോലി പോവും. കേട്ടോ? ടിഷ്ക്യാ. ടക്ക് ടിക്ക്, ടക്ക് ടിക്ക്, ടക്ക് ടിക്ക്. മാമ എത്ര നാളായി പോയിട്ട്? ഒരാഴ്ചയായി. ശരി, നാളെ എന്തായാലും വന്നേ പറ്റൂ. വരുമ്പോ മാമയും കൊണ്ടുവരണേ. ബൈ. അത് വീണിരിക്കുന്നത് ഈ അമ്മാവാനന്തരന്മാരുടെ വീട്ടിലാ. നമ്മുടെ ഭാഗ്യം കൊണ്ട്. പക്ഷെ അമ്മാവൻ ഇവിടെ ഇല്ല, നാട്ടിൽ പോയിരിക്കുക. എന്റെ എഞ്ചിന്റെ കാർബറേറ്ററിൽ ഒരു ഐഡിയ തൂക്കി കിടപ്പുണ്ട്, വേണമെങ്കിൽ എടുത്തോ. വേഗം പുറത്തെടുക്ക്. ഒന്നുമില്ലെന്നേ, അമ്മാവൻ നാട്ടിൽ പോയിരിക്കല്ലേ. നീ അമ്മാവന്റെ വേഷത്തിൽ അകത്ത് കിടന്നാൽ സ്വസ്ഥമായിട്ട് അത് തിരഞ്ഞെടുക്കാം. ക്രൈം പവർ, ക്രൈം മാസ്റ്റർ ജോഗാവറിന്റെ ആക്ടിംഗ് നിങ്ങളിപ്പോ കണ്ടോണം. മാമൻ തിരിച്ചു വന്നോ? നാളെ വരുമെന്നല്ലേ പറഞ്ഞത്? അതേടാ മോനെ, നീ ഇല്ലാത്തോണ്ട് ഒരു രസവും ഇല്ലായിരുന്നടാ. അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങ് വന്നതാ. എന്നാ ശരി മോനെ, ഞാൻ ഈ ഹാളിൽ കുറച്ച് പണി ചെയ്യട്ടെ. നീ നിന്റെ റൂമിൽ ചെന്നിട്ട് എന്തെങ്കിലും എടുത്ത് കഴിക്കാൻ നോക്കു മോനെ. ഇന്നെന്താ മാമൻ എന്നെ മോനെ മോനെ എന്ന് വിളിക്കുന്നേ? സാധാരണ അനന്തരവാന്നല്ലേ വിളിക്കാറ്. സംസാരം കേട്ടിട്ട് എന്തോ മാറ്റം സംഭവിച്ചതുപോലെ. മാമൻ എന്താ പറ്റിയേ? എന്താ മാമ നോക്കുന്നേ? ഒന്നുമില്ലടാ മോനെ, നീ നിന്റെ റൂമിലോട്ട് ചെല്ലടാ. എന്നിട്ട് എന്തെങ്കിലും എടുത്ത് കഴിക്കേ. എന്തോ പ്രശ്നമുണ്ടല്ലോ. ആളാകെ മാറിയ പോലെ തോന്നുന്നു. എന്തായിരിക്കും അത്? എനിക്ക് തോന്നുന്നു ഇത് മാമൻ അല്ലെന്നാ. ഹലോ മാമ. എന്താ കാര്യം? മാമ വേഗം വീട്ടിലേക്ക് വാ. ഐ ആം മിസ്സിംഗ് യു. അത് ശരി, മിസ്സിംഗ് മീയോ? ഐ ആം ഓൾസോ മിസ്സിംഗ് യു അനന്തരവാ. നീ വിഷമിക്കണ്ടേ, ഞാൻ നാളെ തന്നെ അങ്ങ് വരാം. ഓക്കെ ബൈ മാമ. മാമൻ നാളെ വരുള്ളല്ലോ. അപ്പൊ ഇതാരാ? പോലീസ് മാഡത്തിന്റെ ഹെൽപ്പ് ചോദിക്കാം. എന്റെ കയ്യിലൊരു പ്ലാൻ ഉണ്ട്. പോലീസ് മാഡത്തിനെ കൊണ്ട് മാമിയുടെ വേഷം കെട്ടിക്കാം. എന്നിട്ട് ഡ്യൂപ്ലിക്കേറ്റ് മാമനെ നല്ലൊരു പാഠം പഠിപ്പിക്കാം. അത് കിട്ടിയോ? കിട്ടിയില്ലെന്നേ. ആർക്കറിയാം ഇതെവിടെ പോയി കിടക്കുവാണെന്ന്. മാമാ, മാമാ, ദേ നോക്ക്, മാമി വന്നു. കള്ളൻ 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 മോനെ, ഇവനെ വിടരുത്, ഇവൻ കള്ളനാ. എന്തായി ചെയ്യുന്നേ? എന്തിനാ തല്ലുന്നേ? ഞാൻ അമ്മാവനാണ്. കള്ള, നീ എന്തായി പറയുന്നത്? എനിക്ക് ആളെ കണ്ട തിരിച്ചറിയാൻ കഴിയാത്തത്ര പ്രായമൊന്നും ആയിട്ടില്ല. അയ്യോ മാമി, ഇത് എന്റെ മാമനാ. നേരോ എന്നോട്
ക്ഷമിക്കൂ പ്രാണനാഥ, എനിക്ക് ആള് തെറ്റിപ്പോയി. ഞാൻ മനസ്സിലാക്കിയില്ല. ക്ഷമിക്കൂ പ്രാണനാഥ. പ്രാണനാഥനോ? പ്രാണനാഥന്റെ പ്രാണനിപ്പൊ നീ പുറത്തെടുത്തേനെ. അയ്യോ, നീ ഇത് ഇത്ര പെട്ടെന്ന് എവിടുന്നാ വന്നത്? നിങ്ങൾ അങ്ങോട്ട് വരാത്തത് കൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് പോന്നു. നാട്ടിലായിരുന്നപ്പോ എപ്പോഴും നിങ്ങളുടെ ഓർമ്മയായിരുന്നു. അവിടെ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കി തിന്നണ്ടേ. ഇവിടെ ആവുമ്പോ നിങ്ങൾ എല്ലാം ഉണ്ടാക്കി തരില്ലേ? പെട്ടെന്ന് എനിക്ക് കഴിക്കാൻ വല്ലതും ഉണ്ടാക്കി താന്നേ. ഭക്ഷണം ഉണ്ടാക്കാനോ? അതും ഞാനോ? അയ്യോ, ഇതെന്താ നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയില്ലേ? ഒരാഴ്ച കൊണ്ട് ആൾ ഇത്രയ്ക്ക് അങ്ങോട്ട് മാറിയോ? എന്താ അതെ പറ്റിയെ? മാമി, മാമനാകെ മാറിയത് പോലെയുണ്ട്. ഇല്ലില്ല, ഞാൻ മാറിയിട്ടൊന്നുമില്ല. ഞാൻ ഇപ്പൊ ഭക്ഷണം ഉണ്ടാക്കാം. നിങ്ങൾ അങ്ങോട്ട് ഇരിക്കൂ. അയ്യോ, ഇതെന്താ? നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയായിരുന്നോ? എനിക്കത് അറിയില്ലായിരുന്നു. എനിക്കും കൂടെ വല്ലതൊക്കെ ഉണ്ടാക്കി തരൂ. മിണ്ടാതിരിക്കടി. അടുക്കളപ്പണി ചെയ്ത് മനുഷ്യന്റെ നടുവൊടിഞ്ഞു മടുത്തു ഞാൻ. അപ്പോഴാ അവളുടെ ഒരു തമാശ. അത് ശരി, ഇത് ജൊഗാവറായിരുന്നു. അതിപ്പോ ഞാൻ അയ്യോ, നിക്ക്. ആരത്? ഇപ്പൊ അയാളെ പിടിക്കണ്ട. അയാൾ എന്തിനാ ഇവിടെ വന്നെന്ന് ആദ്യം കണ്ടുപിടിക്കാം. ഓ ശരിയല്ലേ. സോറി. ആ മതി, ഇനി അധികം സംസാരിക്കണ്ട. എന്താ ചെയ്യേണ്ടത് ഞാൻ പറയാം. അയ്യോ, നിങ്ങൾ എത്ര നല്ലവനാ. എത്ര പെട്ടെന്ന് എനിക്ക് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് വന്നത് പ്രാണനാഥ. അയ്യോ, എന്തു പറ്റി പ്രാണനാഥ? എന്താ ഇങ്ങനെ നിലവിളിക്കുന്നത്? ആദ്യം എന്റെ കാലൊന്ന് എടുക്കോ. ക്ഷമിക്കൂ പ്രാണനാഥ, ക്ഷമിക്കൂ. തെറ്റുപറ്റിപ്പോയി. നീ ഇന്ന് നിന്റെ പ്രാണനാഥന്റെ പ്രാണൻ എടുക്കുന്ന തോന്നുന്നത്. ഇന്ന് ആദ്യമായിട്ട് നിങ്ങളെ കണ്ടിട്ട് എനിക്ക് വിചിത്രമായിട്ട് തോന്നുന്നു. എന്നെ നിങ്ങൾ മനസ്സിലാക്കുന്നേ ഇല്ല. ഞാൻ എപ്പോഴും ഇങ്ങനെയൊക്കെ ആയിരുന്നില്ലേ? ഇതിനു മുമ്പ് എത്ര പ്രാവശ്യം ഞാൻ നിങ്ങളുടെ കാലേ ചവിട്ടിയിട്ടുണ്ട്. അപ്പോഴൊന്നും നിങ്ങൾ നിലവിളിച്ചിട്ടേ ഇല്ല. ഇപ്പോഴെന്താ ഇങ്ങനെ പെട്ടെന്ന്? അതെ മാമി, മാമനാളെ ആകെ മാറിപ്പോയി. ഇന്നതേ യോഗ പോലും ചെയ്തില്ല. ഞാൻ മാറിയിട്ടൊന്നുമില്ലെന്നേ. ഞാൻ ഒട്ടും മാറിയിട്ടില്ല. അത് പിന്നെ മാമി ഭക്ഷണം ഉണ്ടാക്കാൻ പറഞ്ഞില്ലായിരുന്നോ? അതുകൊണ്ടാ ഞാൻ യോഗ ചെയ്യാതിരുന്നത്. ആദ്യം നിങ്ങൾ കഴിക്കേ. അത് പറഞ്ഞ് ശരിയാവില്ല. ആദ്യം നിങ്ങൾ യോഗ ചെയ്യണം. അതിനുശേഷം നിങ്ങൾക്ക് ഞാൻ ജ്യൂസ് തരാം, എന്നിട്ട് മുറുക്കാം. അതെന്താ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചോണ്ടിരുന്നാൽ എങ്ങനെ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആസനം അങ്ങ് ചെയ്യുന്നേ. എന്ത് പറ്റി മാമ? ആദ്യമായിട്ടാണല്ലോ ഇത് ചെയ്യുമ്പോ കരയുന്നേ. എന്തോ പ്രശ്നമുണ്ടല്ലോ. ഇല്ല, ഒരു കുഴപ്പമില്ല. എനിക്കിത് ഒരുപാട് ഇഷ്ടമായി. ഞാനൊരു തമാശ കളിച്ചതല്ലേ. വരൂ മാമി, നമുക്ക് മാമന് വേണ്ടി ഒരു ജ്യൂസ് ഉണ്ടാക്കാം. മാമൻ ഇനി 5 മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരുന്നോളും. മര്യാദക്ക് എന്റെ മുന്നിൽ പൊക്കോ. ഇന്നത്തെ ദിവസം പോക്ക. മാമ, ഇതാ പിടിച്ചോ മാമന്റെ ജ്യൂസ്. മാമൻ സാധാരണ ഇത് ഒറ്റ വലിക്കാ കുടിക്കാറ്. ഇന്ന് പറ്റുമെന്നറിയില്ല. ഇന്ന് മാമനാകെ മാറിപ്പോയില്ലേ? പിന്നെയും തുടങ്ങിയോ ഞാൻ മാറിയെന്നും പറഞ്ഞ്? അത് ശരി, എന്നാ പിന്നെ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. നിങ്ങളിത് മനഃപൂർവ്വം ചെയ്തതല്ലേ? ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലേ? എനിക്ക് ഡയമണ്ട് ഒന്നും വേണ്ട. ഓ,
അപ്പൊ ഇതന്വേഷിക്കാനാ വന്നല്ലേ? പക്ഷെ ഇതെങ്ങനെ ഇവിടെ വന്നു? ഇവൻ രക്ഷപ്പെടാൻ നേരത്തെ ഇങ്ങോട്ടേക്ക് വലിച്ചെറിഞ്ഞതാ. അത് തെരഞ്ഞ അവൻ ഇങ്ങോട്ട് വന്നത്. റോസി നീ കൊള്ളാവല്ലേ നന്ദിരവ? ഈ മോട്ടോർ സൈക്കിള് തല്ലി പൊളിച്ച് വല്ല ആക്രിക്കടയിലും കൊണ്ടിടും. നോക്കിക്കോ. കിട്ടിപ്പോയി. എസ്കേപ്പ്. എന്റെ കയ്യേ. നിയമത്തിന്റെ കുരുക്കിൽ നിന്നും പോലീസ് മേഡത്തിന്റെ ചവിട്ടിൽ നിന്നും ആർക്കും രക്ഷപ്പെടാനാവില്ല. ഉപ്പതിനവൻ വെള്ളം കുടിക്കും. ഓക്കെ അല്ലേ മാമ? എല്ലാം പെർഫെക്റ്റ്. ഓക്കെ.